നമസ്കാരം. അമേരിക്ക ഇറാനുമായുള്ള യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തലിലൂടെ ഒരു താൽക്കാലിക പരിഹാരമുണ്ടായി എങ്കിലും ഇവരെല്ലാം തമ്മിലുള്ള പ്രോപ്പഗൻഡ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തജിക്കിസ്ഥാനിലെ ഇറാൻ എംബസി പുറത്തുവിട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറുന്നത്. ഒപ്പം വിവാദത്തിലുമായിട്ടുണ്ട് ഈ വീഡിയോ. യേശുക്രിസ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഗ്നികുണ്ഡത്തിലേക്ക്, അതായത് നരകത്തിലെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നതായിട്ടാണ് അവർ ഒരു പ്രൊപ്പഗൻഡ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വിധി ദിനം എത്തിയിരിക്കുന്നു എന്ന് വലിയ ആ ശബ്ദത്തോടു കൂടി പറയുന്നുണ്ട്. തുടർന്ന് ഡൊണാൾഡ് ട്രംപിനെ യേശുക്രിസ്തു മർദ്ദിക്കുന്നതായിട്ട്, പിന്നീട് അദ്ദേഹത്തെ ഈ നരകത്തിലെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നതായിട്ടുമാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. രക്തം വാർന്ന് നിലവിളിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഓടുന്നതായും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നാണക്കേടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് താൻ യേശുക്രിസ്തുവായി സ്വയം ചിത്രീകരിച്ചുകൊണ്ട് ഒരു AI വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരു രോഗിയായി കിടക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ശരീരവും ട്രംപിൻ്റെ തലയുമായി എത്തുന്ന വ്യക്തി തലോടി ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. കയ്യിലെല്ലാം തന്നെ വല്ലാത്തൊരു പ്രകാശം പരന്നിരിക്കുന്നതായും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിനെ യേശുക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് നമുക്ക് അറിയാം. ഇതിനെതിരെ അതിഭയങ്കരമായ തോതിലുള്ള വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിക്കുകയായിരുന്നു. കൂടാതെ ലയോ 14 മാർപ്പാപ്പയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള തർക്കവും ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലയോ 14 മാർപ്പാപ്പ യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിൽ രക്തച്ചൊരിച്ചിലൊക്കെ നടത്തി യുദ്ധം നടത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് പലവട്ടം ലയോ 14 പ്രഖ്യാപിച്ചിരുന്നതാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അമേരിക്കക്കാരനായതുകൊണ്ട് മാത്രമാണ് ലയോ 14 മാർപ്പാപ്പയാകാൻ കഴിഞ്ഞത് എന്നാണ്. കൂടാതെ താൻ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ലയോ 14 മാർപ്പാപ്പയായത് എന്നും കൂടി തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് ഈ ലോകത്തെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമായി മാറിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർപ്പാപ്പ പ്രസംഗിക്കുന്ന വേളയിലെല്ലാം ഈ വെനിസ്വേലയെ പിടിച്ചെടുത്തതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായി ട്രംപ് പറയുന്നത് ഈ വെനിസ്വേല എന്ന് പറയുന്നത് മയക്കുമരുന്നുകാരും കൊള്ളക്കാരുമായ ഒരു വലിയ സമൂഹം താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നുള്ളവരാണ് അമേരിക്കയിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ആളാണ് എന്ന് പോലും ട്രംപ് തൻ്റെ പ്രസംഗത്തിൽ ദുസ്സൂചന നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ ഈ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്ന രീതിയിൽ ഇറാൻ എംബസി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബോളിവുഡ് ചിത്രങ്ങളിലെ രംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മീമുകളും അതുപോലെ ഷാറൂഖ് ഖാൻ സിനിമയിലെ പഞ്ച് ഡയലോഗുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ എംബസി, മുംബൈയിലെ ഇറാൻ എംബസി ട്രംപിനെ കളിയാക്കിയിരുന്നു. ഇതൊരു ട്രെയിലർ മാത്രമാണ്, സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഇതിലെ ഒരു പഞ്ച് ഡയലോഗ്. ഇതൊരു ഷാറൂഖ് ഖാൻ ചിത്രത്തിലെ പ്രശസ്തമായ പഞ്ച് ഡയലോഗായിരുന്നു. അതായത് അമേരിക്ക കളി ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് വലിയ അബദ്ധമായി പോയി എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ ഇപ്പോൾ രൂഢമൂലമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ട്രംപ് നടത്തുന്നത്. അതിനിടയിൽ ഇസ്രായേൽ പലപ്പോഴും ഇടപെടുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിടിവാശികളാണ് ഈ സമാധാന ചർച്ചകളെ പിന്നോട്ടടിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ ഏതാണ്ട് വിജയത്തിലെത്തും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചയ്ക്കായി എത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഫോണിൽ വിളിക്കുകയും തുടർന്ന് അവരുടെ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച പൊളിയുകയും ചെയ്തു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്നത്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ യുദ്ധം വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള സംഘർഷത്തിന് അതെല്ലാം വഴിവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാനത്തിനായി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ചർച്ചകൾ നടന്നത് പാകിസ്ഥാനിലായിരുന്നെങ്കിൽ പോലും അവയെല്ലാം തന്നെ ഏകോപിപ്പിച്ചത് ചൈന തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.